ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, കുറച്ച് ദിവസമായിട്ട് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു, അത് കാരണം കറക്റ്റായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു DC പവർ സപ്ലൈ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഇതാണ് DC പവർ സപ്ലൈ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബോർഡ് ഷോട്ട് ഉണ്ടെങ്കിൽ അത് മൈന്യൂട്ടായിട്ടുള്ള ബോർഡ് ഷോട്ട് ആണെങ്കിൽ പോലും, അതായത് ചെറിയൊരു ഷോട്ട് ആണെങ്കിൽ പോലും അത് നമ്മുടെ ഫോണിനെ അത് ബാധിക്കും. ഫോണിൻ്റെ ചാർജിങ്ങിനെ ബാധിക്കും, അതുപോലെ തന്നെ ഫോൺ ഹീറ്റ് ആവുന്നതിനെ ബാധിക്കും, ബാറ്ററി ബാക്കപ്പിനെ ബാധിക്കും. അതൊക്കെ നമ്മുടെ ഫോണിൽ വരുന്ന ചെറിയ മൈന്യൂട്ടായിട്ട് ഷോട്ടുകളൊക്കെ നമുക്ക് ഫോണിൻ്റെ പെർഫോമൻസിനെയൊക്കെ ഇത് ബാധിക്കും. എന്നാൽ നമുക്കത് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഷോട്ട് കണ്ടുപിടിക്കാനോ അത് റെഡിയാക്കാൻ സാധിക്കത്തില്ല. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് DC പവർ സപ്ലൈ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി കണക്ഷൻസിൻ്റെ അവിടെ നമുക്ക് ആ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് അവിടെ DC പവർ സപ്ലൈയുടെ അഡോപ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റീഡിങ് ആംബിയർ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആംബിയർ എന്ന് പറയുന്ന റീഡിങ് ആംബിയർ, ഈ ഒരു ആംബിയർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഷോട്ട് പോലും നമുക്ക് ഫൈൻഡ് ഔട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്, അതായത് ഡെഡ് ഫോൺ വരെ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെഷീനാണ് DC പവർ സപ്ലൈ. ഏതൊരു ടെക്നീഷ്യൻ്റെ അടുത്തും അത്യാവശ്യം വേണ്ട ഒരു മെഷീനാണ് ഈ DC പവർ സപ്ലൈ. അപ്പോൾ ഇത് പല കമ്പനികളുടെയും ഉണ്ട്, കൊറാഡിൻ്റെ ഉണ്ട്, സെൻവിഷൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ കൊറാഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ, ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ, ഇത് എങ്ങനെ മൊബൈലിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡെഡ് ഫോൺ റിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഷോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം, മൈന്യൂട്ടായിട്ട് ഷോട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഞാൻ പറയുന്നത് DC പവർ സപ്ലൈ ഇപ്പോൾ DC പവർ സപ്ലൈ ഇല്ലാതെ നമുക്ക് ഒരു ടെക്നീഷ്യൻ്റെ കയ്യിലും ഒരു മൊബൈലിനും ഇപ്പോൾ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു DC പവർ സപ്ലൈ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് അതിൽ പല ആംബിയറിലുള്ള കാണാൻ സാധിക്കും. ഇത് 30 വാട്ട് 5 ആംബിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും 5DS ആണ്. ഇതിൽ 10DS വരെ ഉണ്ട്, 10 ആംബിയർ വരെയുള്ളതുണ്ട്. അതിൽ കൂടുതലുള്ള DC പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ മിനിമം നമുക്കൊരു 5 ആംബിയറുള്ള DC പവർ സപ്ലൈ തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൽ കുറഞ്ഞ 2 ആംബിയറിൻ്റെയൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ഒരിക്കലും വാങ്ങിച്ചു കളയില്ല. കാരണം 2 ആംബിയറുള്ള പവർ സപ്ലൈ ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള മൊബൈലൊന്ന് റിപ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 2 ആംബിയർ കൂടുതൽ എടുക്കാം ചിലപ്പോൾ ഫോണുകൾ ഓണായി കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ 2 ആംബിയറുള്ള വാങ്ങരുത്, മിനിമം 5 ആംബിയർ ഉള്ളത് തന്നെ എടുക്കാം. ഇനി ഭാവിയിൽ നമുക്ക് 10 ആംബിയർ ഉള്ളതൊക്കെ നമുക്ക് ആവശ്യമായി വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏതൊരു മൊബൈൽ റിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു 5 ആംബിയർ ഉള്ളത് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് പലതും 4 ആംബിയർ 3 ആംബിയർ 4 വോൾട്ട് 3 ആംബിയർ ഇട്ടാണ് നമ്മൾ ഫോൺ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 5 ആംബിയർ 5 വോൾട്ട് 3 ആംബിയർ ഇട്ട് നമുക്ക് ഷോട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും, നമുക്ക് ഈ ഒരു പവർ സപ്ലൈ ചെറിയ ഷോട്ടുകളൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് റിമൂവ് ചെയ്യാനും, ഷോട്ട് റിമൂവ് ചെയ്യാനും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പലരും ബാറ്ററി ബാക്കപ്പിനായിട്ട് ബാറ്ററി മാറിയതിന് ശേഷം യാതൊരുവിധ മാറ്റവുമില്ല, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ DC പവർ സപ്ലൈ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യുക. ഷോർട്ട് ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബിസി ആയത് കാരണമാണ് കുറച്ച് വീഡിയോയ്ക്ക് കുറച്ച് ഷോർട്ടേജ് വരുന്നത്. ഓക്കെ, വരും ദിനങ്ങളിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ നല്ല വീഡിയോസുകൾ പെർഫോമൻസ് ഇട്ടുകൊള്ളാം. അപ്പോൾ ഈ ഒരു മെഷീനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.